എല്ലാവർക്കും ഗ്ലോറിയസ് ലവ് മലയാളം ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. സേമിയ പായസം. ഇതെങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. നമ്മുടെ സേമിയ പായസത്തിന് ആവശ്യമായ സേമിയാണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. ഇത് റോസ്റ്റഡ് അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ്റ്റഡ് ആയിട്ടുള്ള സേമിയയും എടുക്കാം. ഇത് 2 കപ്പാണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് വേണ്ടുന്നത് റൈസിൻസ്, കുറച്ച് അണ്ടിപ്പരിപ്പ്, ഒരു 6 ഏലക്ക, 1/2 കപ്പ് പഞ്ചസാര, 1 കപ്പ് പാല്, പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് എടുത്തതാണ്. ഇത് ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ഒക്കെ കിട്ടും, അതുകൊണ്ട് എടുത്തതാ. പിന്നെ ആവശ്യത്തിന് നെയ്യും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിൽമയുടെ നെയ്യാണ് എടുത്തിരിക്കുന്നത്. ചൂടായ പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യെല്ലാം ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിനി സേമിയ ഇട്ട് ഒരു ഗോൾഡൻ നിറമാകുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ആക്കാം. നമ്മുടെ സേമിയ ഇപ്പം ചെറിയ ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിപ്പോൾ നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് പാലൊഴിക്കാം. ഒരു കപ്പ് വെള്ളവും കൂടെ നമുക്ക് ചേർക്കാം. ഒരു കപ്പ് പഞ്ചസാരയും ചേർത്ത് അത് നന്നായിട്ട് തിളച്ച് വരട്ടെ. പാലും വെള്ളവും ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഇനി വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സേമിയ ചേർത്ത് കൊടുക്കാം. ഈ സേമിയ പായസത്തിന് ചവ്വരി വേണമെങ്കിൽ ചേർക്കാം. ഞാൻ പക്ഷേ ചേർക്കുന്നില്ല. ഈ പാലിൽ കിടന്ന് ഈ സേമിയ നന്നായിട്ട് വേകണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കും. നമുക്കിനി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ സേമിയ പായസം ഇരിക്കുന്തോറും കുറച്ച് കുറുകും, അതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് നമുക്ക് എടുക്കണം. നമുക്കിനി ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സേമിയ എല്ലാം ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ഈ റൈസിൻസും കാഷ്യൂ നട്ട്സും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ ഗീ ആണ് ചേർക്കുന്നത്.
ഇതൊരു ബ്രൗൺ നിറമാകണം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അടുത്തതിന് റൈസൻസ് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇതെല്ലാം ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കിതെല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ സേമിയ പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. ഇനി പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ ബൈ ബൈ.